ഹായ് ചിക്കറികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പതിവ് പോലെ വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ എറണാകുളത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എറണാകുളത്തുനിന്ന് വന്നിട്ടുള്ള ശേഷമുള്ള വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് തിരിച്ച് വരുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 9:15 ആയിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി അങ്ങനെ നമ്മുടെ അവിടെ വന്ന് ഇറങ്ങായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ചക്ക് ഒരു 1:30 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട് ക്ലീൻ ചെയ്യണം, അതുപോലെ കൊണ്ടുപോയ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ വന്ന ദിവസം തന്നെ നമ്മൾ കുറേ ഡ്രസ്സുകളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിടുക, അങ്ങനെ വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാനും കൂടെ വയ്യാവുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ നല്ല രീതിക്ക് നമ്മൾ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ രാവിലെ എണീച്ച് കോലം അക്ഷയാണ് കേട്ടോ. ഇവിടെ നല്ല നേരം വെളുത്തിട്ടാണ് കോലം ഇടുന്നുണ്ടായിരുന്നത്. നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഇതാ റെഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പാലുകൂടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് എന്താണെന്നറിയില്ല, ഇവർ രണ്ടാളും ഭയങ്കര കടിപിടിയായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ ഇന്ന് രാവിലെ നേരത്തെ നമ്മുടെ റൗലി പാല് കുടിച്ചു കേട്ടോ. റൗലി പാല് കുടിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൈക്കോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് പൈക്കോന് നമ്മൾ പാല് കൊടുത്തത്. അത് റൗലി വീണ്ടും കുടിച്ചു തോന്നണം കേട്ടോ. അപ്പോൾ തുടങ്ങിയ രണ്ടാളും കൂടെ അടിയായിരുന്നു കേട്ടോ. ഉള്ളിൽ കുറേ അടി കൂടി ഉണ്ടായിരുന്നു, പുറത്തും അതുപോലെ അടി കൂടുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പാല് ഇവളുടെ കുടിച്ച കാരണം അടി കൂടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അവർ രണ്ടാളും കൂടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് രണ്ടാളൊന്നും അങ്ങനെ കടി കൂടാറില്ല കേട്ടോ. കടി ഒരിത്തിരി കൂടിയാലും പിന്നെ പെട്ടെന്ന് കൂടുകയും ചെയ്യും. പക്ഷേ ഇന്ന് ഭയങ്കര അടി കൂടുതലായിരുന്നു കേട്ടോ അവർ തമ്മിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ പിന്നെ രാവിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അരി കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അരി വാങ്ങാൻ നമുക്ക് രാവിലെ എണീച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റൈസ് വെക്കാമെന്നും പറഞ്ഞ് മഷ്റൂമിൻ്റെ ഒരു കറിയും വെച്ച് റൈസും കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മന്തി റൈസ് വെച്ചിട്ടുള്ള റൈസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മന്തിയല്ല, സിമ്പിളായിട്ടൊരു റൈസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗ്രീൻ പീസും അതുപോലെ നമ്മുടെ മഷ്റൂമൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ റൈസ് വെക്കുകയാണ്. ഇന്ന് പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്, സ്കൂളിലേക്ക് പോകണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പരീക്ഷ ആവാറായി. പിന്നെ അതുപോലെ ഓണവും അത്തവും ഒക്കെ ആവാറായി. നമുക്ക് ഭയങ്കര തിരക്കായി. അപ്പോൾ അതിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ വന്ന് 2 ദിവസം നമ്മുടെ വീട് കറക്റ്റ് ചെയ്യലും നമുക്ക് ഇനിയും കുറച്ചും കൂടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും എടുത്ത് വീഡിയോ ഇടാണ്ടിരുന്നത്. നമ്മൾ കുറേ ക്ലീനിങ് വീഡിയോസൊക്കെ നമ്മുടെ കയ്യിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഞാൻ വേഗം റൈസൊക്കെ ഒന്ന് വെച്ചെടുത്തു. അപ്പോൾ അതുപോലെ നേരത്തെ എണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൈസൊക്കെ കൂട്ടി വെച്ച് കൊടുത്ത് നമ്മൾ ദം ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ദമ്മായി വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗമൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കാനും അതുപോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇപ്പോൾ റൈസും നമ്മുടെ കറിയായ കാരണം കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനില്ല കേട്ടോ. അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസൊക്കെ റെഡിയായി വരും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ദമ്മൊക്കെ ഓഫ് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക മന്തി റൈസ് വെച്ചിട്ടാണ് നമ്മളിന്ന് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നീളം റൈസ് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു. ഇതാണ് കേട്ടോ
നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ നമ്മുടെ മഷ്റൂമൊക്കെ ചേർത്തിട്ടുള്ള കറി, അതും സിമ്പിളായിട്ടുള്ള ഒരു കറി കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ അവിടെ മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പോയി വന്ന ശേഷം നമ്മൾ പിന്നെ അരി അരച്ചിട്ടുണ്ടായിരുന്നില്ല, മാവ് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മൾ ലുലുവില്ല എറണാകുളത്ത് പോയപ്പോൾ വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് സാധനങ്ങളാണ് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല മണമുള്ള ഫ്ലവർ പോലത്തെ ഉണക്ക ഒരു സാധനമാണ് കേട്ടോ. ഇതിന് നല്ല മണം ഉണ്ടാകും. അത് നമ്മൾ നമ്മുടെ കവറിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയത് നമ്മുടെ അശ്വിൻ തുറന്ന് കാണിക്കുമ്പോൾ പറയാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ തുറന്ന് കാണിക്കാൻ പറഞ്ഞ് ഇത്ര ദിവസം തുറന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കേട്ടോ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു മണം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മളത് എവിടെ വെക്കുന്നോ അവിടെ നല്ലൊരു മണം ഉണ്ടാകും, അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 250 റുപ്യ എത്രയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബൗളിൽ അത് ഫുള്ളായി കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് കേട്ടോ, അതിന് ഒരു പ്രത്യേക തരം മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കൊട്ടിക്കൊടുത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കയ്യാണ് കേട്ടോ എടുക്കുക, അവരിങ്ങനെ എടുക്കലും വെക്കലും നോക്കലൊക്കെയാണ് കേട്ടോ. പിന്നെ അതെല്ലാം റെഡിയായി. ഞാനപ്പോൾ നല്ല മണം നോക്കുമ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് നമ്മുടെ സെറ്റിയുടെ ഒരു സൈഡ് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന. ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും പറയത്തക്ക വലിയ മണം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഒരു മണമൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നേരത്തെ എണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം നമ്മൾ 2 ക്രാബ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് അശ്വിന് ബിൽഡിംഗ് സെറ്റാണ് കേട്ടോ ഒന്ന് വാങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ മറ്റേതല്ല, പേപ്പർ കൊണ്ടുള്ള ബിൽഡിംഗ് സെറ്റാണ്. അതൊക്കെ അവർ ആങ്ങളെയും പെങ്ങളും കൂടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ എറണാകുളത്ത് പോയാലും ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, ഇത്ര തന്നെ വാങ്ങിയിട്ടുണ്ടാകുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ പോയതിൽ നമ്മുടെ പർച്ചേസും അതുപോലെ സ്നാക്ക് ഒക്കെ കഴിക്കലും ഒക്കെ കമ്മിയായിരുന്നു കേട്ടോ. അധികമൊന്നും നമ്മൾ വാങ്ങാനോ കഴിക്കാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, ഇത്ര തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇഡ്ഡലി വെച്ചത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി ഭക്ഷണം കഴിക്കാനായിട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ തക്കാളി ചട്നി വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി പുതിന ചട്നി ഇട്ടാ. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മഷ്റൂം കറി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടോ. നമ്മുടെ അശ്വിൻ നേരത്തെ തന്നെ അവൻ ഭക്ഷണം കഴിച്ചു, അവന് റൈസ് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇത് കഴിച്ചു. പിന്നെ ഏട്ടൻ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വിശപ്പായപ്പോൾ ഞാനും അക്ഷയുടെ ഒപ്പം ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരത്തെ കഴിക്കാൻ നോക്കുന്നുണ്ട്. എന്താ പറയുക, നേരത്തെ എണിക്കുന്ന കാര്യം തന്നെ ഭയങ്കര വിശപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ അക്ഷയ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. എക്സാമാണ് അവർക്ക്. അശ്വിന് എക്സാം തുടങ്ങിയിട്ടില്ല കേട്ടോ, സ്കൂളാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അശ്വിന് പാഡ് വാങ്ങണം പറഞ്ഞിട്ട് അശ്വിനും അക്ഷയുടെ കൂടെ പോകാൻ കേട്ടോ. ഇനി വന്നിട്ട് വേണം അശ്വിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ രണ്ടാളും പോയിട്ട് വരാറുണ്ട്. എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.